ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അടിപൊളി ചെമ്മീപ്പുളി അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇതേ ഞാൻ നല്ല ചെമ്മീപ്പുളി, അല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീപ്പുളി ഇപ്പം പറിച്ചുകൊണ്ട് വന്നതാട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീപ്പുളി ഇതിപ്പോൾ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വട്ടം അരിയേണ്ടവർക്ക് അങ്ങനെ അരിയാം. ഞാനിപ്പോൾ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കണേ. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിയാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇതിൽ ഞാൻ കാന്താരി മുളക് ഒരു 4 കൂടി എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടുന്നതായിരിക്കും കേട്ടോ. ഇത് അച്ചാർ പൊടി കേട്ടോ. അച്ചാർ പൊടി നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടിയും ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇട്ട് നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഉലുവ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില, ലാസ്റ്റ് നമുക്ക് കായം നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നല്ലെണ്ണ ഇട്ട് അച്ചാർ ഇഷ്ടമുണ്ടെങ്കിൽ അച്ചാർ ചീത്താവാണ്ട് കുറേ നാൾ ഇരിക്കും. അപ്പോൾ ഞാൻ ഈ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ഞാൻ അച്ചാർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് പൊടികൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. സോറി കേട്ടോ, എൻ്റെ മോൻ്റെ സൗണ്ട് ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കണേ. അടുത്തതായിട്ട് ഇനി മുളക് പൊടി ആട്ടോ, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് അച്ചാർ പൊടി, എണ്ണ ലേശം കുറവാണ് കേട്ടോ. ഇപ്പോൾ എണ്ണ ലേശം കുറവായിട്ട് നമുക്ക് തോന്നുമ്പോൾ അതിലേക്ക് നമുക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണ വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്തിരി നല്ലെണ്ണ തന്നെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത്തിരി നല്ലെണ്ണയും ബാക്കി നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്മിപ്പുളി ചേർത്ത് കൊടുക്കാം. ഈ പുളി ചേർത്ത് നന്നായിട്ടൊന്നത് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കായത്തിൻ്റെ കട്ടയാണെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഉലുവപ്പൊടിയാണ് കേട്ടോ ഈ നമ്മൾ ചേർത്ത് കൊടുത്തത്. ഉലുവപ്പൊടിയാണ്, അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി, ഉലുവപ്പൊടിയൊക്കെ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ, അത് മസ്റ്റാണ്. അതുകൊണ്ട് ഇനി ആവശ്യത്തിന് വിനാഗിരി, ചീത്താവാണ്ടിരിക്കാനാട്ടോ നമ്മൾ വിനാഗിരി
ഉപയോഗിക്കണേ. ഏകദേശം 2 ടേബിൾ സ്പൂണേ നമ്മൾ വിനാഗിരി ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 ടീസ്പൂൺ മാത്രം വിനാഗിരി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവായിരിക്കും കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ആവശ്യാനുസരണം ഇനിയും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചെമ്മീപ്പുളി അച്ചാർ, നമ്മുടെ ഇവിടെയൊക്കെ ചെമ്മീപ്പുളി എന്നാണ് കേട്ടോ പറയണത്. ചെമ്മീപ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല തീ പാറുന്ന അടിപൊളി ചെമ്മീപ്പുളി അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.